ഭൂമി മാത്രമല്ലടോ, സ്വർഗം വരെ വീതിച്ചു കൊടുക്കാൻ അധികാരമുള്ള മാലിക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ വിശ്വസിക്കുന്ന നയൽവാദികൾ? നമ്മൾ അവരും തമ്മിലുള്ള തർക്കം എന്താ? എന്താണ് ആ തർക്കത്തിന്റെ മാനദണ്ഡം? നമ്മൾ പറയുന്നു എല്ലാം കൊടുക്കുന്ന അല്ലാഹ് തന്നെ, അതിന് പറയേണ്ടില്ല. അടിസ്ഥാനപരമായി ദാത്തിയായി സ്വയം നൽകുന്നവൻ അല്ലാഹുവാണ്. അത് ഇന്നും നമ്മൾ പറയുന്നതാണ്, അതിലൊരു മാറ്റവുമില്ല. പക്ഷേ അള്ളാന്റെ റസൂലടക്കമുള്ള അമ്പിയാ ഉലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുമ്പോ അവർ അതിന്റെ മാലിക്കാകുന്നു. ഫല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു. അതാ നമ്മളെ വിശ്വാസം. അള്ളാഹു നിങ്ങൾക്ക് തന്നു, ഇപ്പോൾ അതിന്റെ മാലിക്ക് നിങ്ങളാണ്. മേലെയായ മാലിക്കല്ല. അതിങ്ങനെ പറയണ്ട, എപ്പോഴും ഒന്ന് തന്നെ. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഞാൻ ചോദിക്കട്ടെ, മങ്കൂസ് മൗലിദിന്റെ കൂടെ ആഡ് ചെയ്തോളൂ, ഖുതുബിയ്യത്തിന്റെ വരിയല്ലേ അല്ലേ? ആ വരിയിൽ അതല്ലേ വനജ്ജിഹി മില്ലദാ ഫീഹാ മഹാലികുഹു എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനരായ സദഖത്തുല്ലാഹിൽ ഖാഹിരി വലിയ വലിയ അധികാരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ബസ്സിർഫു ആദിസിറ തൻ അൻത സാലികുഹു ഫല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു. അല്ലാഹു അതിന്റെ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾ അതിന്റെ മാലിക്കാണ്. ഞങ്ങളുടെ മാലിക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയാൻ AP വിഭാഗത്തിലെ നിയൽവാദികൾക്ക് കഴിയുമോ? ഇവിടെയാണ് ചർച്ച. ചർച്ച മാറ്റണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴിവിനെ ഇവർ നിഷേധിച്ചപ്പോ നമ്മൾ അതിനെതിരെ ശക്തമായി വന്നു. കഴിവുകെട്ട വാപ്പയോട് ഉപമിച്ചപ്പോ അപ്പൊ ഇവര് കുറച്ച് ആളുകളെ ഇറക്കിയിട്ട് ദാ നമ്മൾ വൈരുദ്ധ്യം പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരു വൈരുദ്ധ്യവും കണ്ടെത്താൻ AP സംഘടന സകല വഹാബികളെയും ജിന്നുകളെയും കൂട്ടിയാലും ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല, സാധ്യമല്ല. കേവലം വാദങ്ങൾക്കാർക്കും കഴിയും. അതിപ്പോ ഹദീസ് വെച്ച് ചേകനൂർ പറയണില്ലേ, ഈ ഹദീസ് ഇതിനോട് എതിരാണ്, ഈ ആയത്ത് ഇതിനോട് എതിരാണ് എന്ന് യുക്തിവാദി പറയുന്നില്ലേ? ഇതുപോലെ വഹാബികളോട് നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ കഴിവ് അതുപോലെ ഉണ്ട് ഔലിയാക്കന്മാർക്ക് എന്ന് നമ്മൾ വാദിച്ചിട്ടില്ല. മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം പോലെയാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ വഹാബിയോട് നമ്മൾ പറഞ്ഞു അള്ളാഹുവിനുള്ള കഴിവ് ദാത്തിയായ കഴിവാണ്, സ്വയം കഴിവാണ്. ആ കഴിവ് ആർക്കുമില്ല. മറ്റുള്ള ഔലിയാക്കൾക്ക് അമ്പിയാക്കൾ കഴിവുണ്ട്, അത് അള്ളാഹു കൊടുത്തതാണ്. ഇതിന്റെ ഒരു ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് അമ്പിയാ ഔലിയാക്കന്മാർക്ക് കഴിവില്ല എന്നിതാ പറയുന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കണ്ട. ഇവിടത്തെ വിഷയം എന്ത്? ദാത്തിയായ സ്വയം കഴിവ് അള്ളാഹു തന്നെ. ഇവിടെ ചർച്ച എന്താ? ആ കഴിവ് അള്ളാന്റെ റസൂലിനല്ല കൊടുക്കുമ്പോ ഹബീബായ തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ലേ. ഞങ്ങൾ പറയുന്നു ഫഅൻത മാലികുഹു, അതാ ഞങ്ങളുടെ വാദം. ഫല്ലാഹു അഅ്താകഹു ഫഅൻത മാലികുഹു. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തിരിക്കുന്നു, ഇപ്പോൾ അതിന്റെ മാലിക് നിങ്ങളാണ്. ഓസുലാദവിനോടാ പറഞ്ഞ്, പിന്നെപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറയണോ? എന്നാ പേരോട് പറയുന്നത് ഒരാളെയും മാലിക്കാക്കാൻ പറ്റൂല. അത് അവിടെയാ പഴച്ച്. കേട്ടോളൂ അയാളെ വാദം. ഹജ്ജല്ലെന്നുണ്ട് കാര്യമില്ല. അപ്പൊ ബാപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിലെ നന്മയുടെ നിമിത്തമാണ്. നിമിത്തമായാൽ തന്നെ വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഉടമസ്ഥൻ അത് അല്ലാഹുവാണ്. ഒരിക്കലും തന്നെ ഒരു മഹാനെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഉടമസ്ഥനാണെന്ന് വിശ്വസിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് രാവിലെയും വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക്, അധികാരം മുഴുവനും അല്ലാഹുവിനാണ് പ്രഖ്യാപിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന് ശിർക്ക് ഉണ്ടാവും എന്നുള്ള പേടിയൊന്നും ഒറ്റ മുജാഹിദിനും വേണ്ട, ജമാഅത്തുകാർക്കും വേണ്ട, ഒരു പുത്തൻവാദിക്കും ലഹുൽ മുൽക്ക്. ഇയാളെ പ്രയോഗം നോക്കിങ്ങള്. ലഹുൽ മുൽക്ക്, അള്ളാഹ്ക്ക് മാത്രം അധികാരം നമ്മൾ പറയണില്ലേ? അതുകൊണ്ട് മാലിക്കും ഉടമസ്ഥനും അള്ളാഹു മാത്രമാണ്.
വേറെ ആളെയും അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ? ഞങ്ങളെ നേതാവായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി മഹാനവറുകളെ ബൈത്ത് എങ്ങനെ? യാ മാലികി കുൻ ശാഫിഈ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗിനാക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ്, യാ മാലികി, എന്റെ ഉടമസ്ഥരായ നബിയേ. ഇത് പറയാത്തവൻ സുന്നിയല്ലെന്ന് അല്ലാമ അഹ്മദ് കോയ സാലിയാത്തി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സാബിയത്ത് സൂഫിയ ശംസുൽ ഉലമയുടെ വഴിയിൽ ഇമാമുൽ അഅ്ലമിന്റെ ഈ പ്രസ്താവന ഉറക്കെ പറയുന്നു, ഞങ്ങളുടെ ഉടമസ്ഥരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് സമ്മതിക്കാൻ നിയൽവാദിക്ക് കഴിയുമോ? ഇതിനാണ് മറുപടി പറയേണ്ടത്. മാലിക്കാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാത്രമല്ല പറയുന്ന കണ്ടില്ല നിങ്ങള്, ജുദിലി ബിജൂദിക വർളിനി ബിരിലാക അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവാക. നബിയേ, അങ്ങയുടെ ആ ജൂദും അവിടുത്തെ ഔദാര്യവുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒരു പ്രതീക്ഷയുമില്ല നബിയേ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്, അങ്ങാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇത് പഠിപ്പിച്ചവരാണ് എല്ലാവരും. ഉമർ